മുത്ത് റസൂലിൻ്റെ 1500-ാം ജന്മദിനത്തിൻ്റെ അന്ന് ആകാശത്ത് എത്ര പേര് ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. ജന്മദിനത്തിൻ്റെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ നടന്ന പരിപാടികളാണ്. പിന്നെ ഒരു കളിക്കാൻ തന്നില്ലേ. ഇവിടെ നബിദിന പരിപാടി കാണാൻ പ്രദേശവാസികളും കുട്ടികളുടെ പേരൻസും അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നിറച്ചും തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡുമായിട്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇതാ കാറ്റടിക്കുമ്പോഴൊക്കെ എന്തൊരു ഭംഗിയാണോ. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ഈ ഭാഗങ്ങൾ ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുക. ഇതാണ് പിന്നെ നമ്മുടെ മദ്രസയിലെ സ്റ്റേജ്. പരിപാടികളൊക്കെ പകുതിയായപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന്. നല്ലൊരു ദിവസമാണ്. നമുക്ക് ബിരിയാണിയൊക്കെ ആണെന്നുള്ളത്. ബീഫ് ബിരിയാണി ആയിരുന്നു, വളരെ അടിപൊളിയായിട്ടുള്ള രൂപത്തിൽ കേട്ടോ. മുഹമ്മദ് ഇബ്നു ഖാസിമിന് ഹജ്ജാജിന്റെ ദർബാറിൽ നിന്ന് ഒരു വിളി വരികയാണ്. എന്തിനെന്നാൽ മുത്തായ കസിന്തങ്ങ സിന്താണല്ലോ മുന്നേറ്റം ഹജ്ജാജിന് ദീനിനെ അംഗീകരിക്കാത്ത അന്യമതസ്ഥർക്ക് നികുതി തന്നെ ജീവിക്കാമെന്ന വ്യവസ്ഥ വെച്ചു. ലോകമെമ്പാടും എത്തി നിൽക്കുന്ന ഇസ്ലാമിനെ പാരിന്റെ നായകനായി വന്നുദിച്ച പൂമലരെ ഭവനാദീനിസ്ലാം നമ്മിൽ തന്ന തേനിധിയെ. പാരിന്റെ നായകനായി വന്നുദിച്ച പൂമലരെ ഭവനാദീനിസ്ലാം നമ്മിൽ തന്ന തേനിധിയെ. എൻ്റെ സോയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പല മിഠായികളും ഇങ്ങനത്തെ ദിവസങ്ങളിലാണല്ലോ നമ്മളെന്താ വാങ്ങി കൊടുക്കാൻ പൊതുവെ കൊടുക്കാറില്ല. ഈ ദിവസം ചോദിച്ചപ്പോൾ മേടിച്ചു കൊടുത്തു. الشيطان الرجيم بسم الله الرحمن الرحيم على حبيبه خير الخلق كلهم آمين تعالى كورتي راني بذي سالمي ما زجدادا أنجرا
من مقلة بدمي أم حبت الريح من تلقاء كلمة وأرمل البرق في ظلماء من نيرمي مولاي سلي وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينيك إن قلت كفوف حامدا وما لقلبك إن قلت استغفك يا هدي أيحسب سلبها من القربى منكتم ما بين منسجم منه ومغترب مولاي سلي وسلم دائما കൊണ്ട് നടക്കുകയായി അജറൽ നിന്റെ ശൗര്യയിൽ മറ്റൊരു വെളിപ്പെടുക അതിൻ കരുണ. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ 1500-ാമത്തെ ജന്മദിനാഘോഷം നല്ല സന്തോഷകരമായിട്ട് ഓരോ കുഞ്ഞു മനസ്സിനും കുളിർമ ഏകിക്കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.